നമ്മൾ അങ്ങനെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ട നൗഷാദാണ് ഇപ്പോൾ എന്നോടൊപ്പം ഇങ്ങനെ നടന്നു വന്നത്. നൗഷാദ് എന്താ തോന്നണം ഇപ്പോൾ ഇത് കണ്ട്? എന്തായാലും അള്ളാഹുവിനോട് സ്തുതി പറയുന്നു. കിടപ്പിൽ നിന്നും എണീച്ച് നടക്കാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, PMA സലാമാണ്. ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ പുറയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുറയാർ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നൗഷാദ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. നൗഷാദിനെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലാവും. നൗഷാദ് കുറിച്ച് പറയുകയാണെങ്കിൽ, നൗഷാദ് പ്ലംബിംഗ് തൊഴിലാളിയാണ്. നൗഷാദ് ഒരു 5-6 മാസം മുമ്പ് ഒരു സ്ഥലത്ത് തൊഴിലെടുക്കുന്നതിനിടയിൽ 3-ാമത്തെ നിലയിൽ നിന്ന് കാല് വഴുതി താഴത്തേക്ക് വീണ് അരയ്ക്ക് കീപ്പോട്ട് തളർന്നു പോയൊരവസ്ഥയാണ് നൗഷാദ് വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അങ്ങനെ നൗഷാദ് ചികിത്സ തേടി ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു. എണീച്ച് നടക്കാൻ പറ്റുന്നൊരവസ്ഥയാണെന്നൊന്നും അറിയില്ലായിരുന്നു. സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തൊരവസ്ഥയിൽ നൗഷാദ് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് അവിടുത്തെ കമ്മിറ്റിയുടെ ആളുകൾ നാട്ടുകാരെ വന്ന് സമീപിച്ചപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട MLA അൻവർ സാദത്ത് എടുത്തു പറഞ്ഞ വ്യക്തിത്വമാണ്. അദ്ദേഹമൊക്കെ ഒന്ന് നമ്മുടെ പറഞ്ഞ് നമ്മൾ ഈ നൗഷാദിനോടൊരു വീഡിയോ ചെയ്തിരുന്നു. വലിയൊരു സഹായം, അള്ളാഹുവിൻ്റെ വലിയൊരു അപാരമായ സഹായം കൊണ്ട് നൗഷാദിൻ്റെ ചികിത്സക്കുള്ള ഫണ്ട് എത്തുകയും നൗഷാദിൻ്റെ ചികിത്സ നടക്കുകയും നൗഷാദ് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദി കാര്യത്തിൽ പറയാനുണ്ട്. കാരണം നൗഷാദിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതൊക്കെ നിങ്ങളൊക്കെയാണ്. പടച്ച റബ്ബാണ്, നിങ്ങൾ സഹായമാണ്. ഒരുപാട് നന്ദി. നൗഷാദ് കിടപ്പിലാണ്. നൗഷാദ് തന്നെ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. പക്ഷേ സാമ്പത്തികം എത്തി, ചികിത്സ നടന്നു. നൗഷാദ് നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകുമ്പോൾ നൗഷാദിനെ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നത്. ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇത് നൗഷാദിൻ്റെ മോളാണ്. ഈ നൗഷാദിൻ്റെ മോളാണ് പറഞ്ഞ എന്തപ്പോൾ തോന്നണ വാപ്പിച്ചിയുടെ കാര്യം? സന്തോഷമായി അല്ലേ? ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് വാപ്പിച്ചിനെ കേട്ടാ. എല്ലാവരും സഹായിച്ചത് നന്ദി കേട്ടാ. ഈ മോളാണെന്ന് വീഡിയോയിൽ പറഞ്ഞത്. ആ വാപ്പച്ചീനെപ്പോൾ സന്തോഷമായി നടക്കുകയും ചെയ്യല്ലോ വാപ്പച്ചി. ഇപ്പം ഹാപ്പിയായി? അൽഹംദുലില്ലാ. ഞാൻ അരക്ക് പോട്ട് തളർന്ന് കിടന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും സഹായം കിട്ടി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടി. അൽഹംദുലില്ലാ, ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ട്. ഇനി തൊഴിലിലേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി നോക്കാനുണ്ട്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തും. എല്ലാം ഭംഗിയായിട്ട് സാധന നമസ്കാരമൊക്കെ നടക്കുന്നുണ്ട്. തൊട്ടടുത്ത പള്ളിയിൽ പോയി ഇരുന്നാൽ നമസ്കരിക്കാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ, ഇവിടെ നടന്ന് പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. കിടന്ന് നിസ്കരിക്കുന്നിടത്തുനിന്ന് ഇരുന്ന് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കിടന്ന് നമസ്കരിച്ചുകൊണ്ടിരുന്നതാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ എന്താ പറയുക, പറയാൻ വാക്കില്ല. നൗഷാദ് കിടപ്പിൽ നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ അവസ്ഥ വന്നപ്പോൾ ആ കിടപ്പിൽ നിന്ന് പടച്ചോൻ നൗഷാദിനെ നടന്ന് പള്ളിയിലേക്ക് പോകാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോകുന്നൊരു സാഹചര്യമൊക്കെ നമുക്ക് വരുന്നുണ്ട് കേൾക്കുമ്പോൾ. എന്തായാലും ഒരുപാട് സ്തുതി റബ്ബിനോട്, സഹായിച്ചവരോടൊക്കെ. അതിലൊക്കെ ഒരു ഭാഗമാകാൻ എനിക്കൊക്കെ സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. കാരണം ഇതിനോട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ആലുവയുടെ MLA ഉണ്ട്, പുറയാറിലെ നാട്ടുകാർ, പുറയാറിലെ ജമാഅത്ത് കമ്മിറ്റി, അവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ മതസംഘടനകളുടെ സാംസ്കാരിക സംഘടന ആളുകളൊക്കെ നൗഷാദിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രയത്നമാണ് ഇന്ന് നൗഷാദ് ഇവിടം വരെ എത്തിയത്. എന്തായാലും ഒരിക്കൽ കൂടി അവരോട് നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലുള്ള ആളുകളെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും കഴിയുന്നവരൊക്കെ കൊണ്ടുവരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്ദി എല്ലാവരും പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം.